7 വരെ ഒന്നിച്ചായിരുന്നു അല്ലേ നമ്മളെ? ആയിരുന്നു. ഒരേ ക്ലാസ്സിലായിരുന്നു. എടുക്കാനായിരുന്നു അല്ലേ മിഥുൻ? ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങളുടെ തേവരക്കര സ്കൂളിലായിരുന്നപ്പോഴും ഇടയ്ക്ക് വെച്ച് കാണുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഇപ്പം പോയെന്ന് പറഞ്ഞു. സ്മൃതി വല്ലാത്തൊരു അവസ്ഥയിലാണ്. മോളും അധ്യാപകനും ഒക്കെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു കുഞ്ഞ് നിങ്ങളുടെ കൂടെ ആയിരുന്നു? മിടുക്കനായിരുന്നു. അവൻ്റെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനം, ഞാനിപ്പോൾ അവിടെ വന്നിട്ട് ഇപ്പം 4ാമത്തെ വർഷമാണ്. ഈ 4 വർഷം കൊണ്ട് ഞാൻ അവനെ കാണുന്നത്. ഞങ്ങളുടെ ആനിവേഴ്സറിക്കൊക്കെ എല്ലാ പെർഫോമൻസിനും അവനെല്ലാം മുമ്പിലായിരുന്നു, എല്ലാ കാര്യത്തിനും. പക്ഷേ ഒരു മാസം അയാൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോയിട്ട്, പക്ഷെ അവനെ ഇങ്ങനെ ആയി കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. 7 വർഷം ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊണ്ടുവന്നു. മിടുക്കനായിരുന്നു തോന്നുന്നല്ലേ എല്ലാ കാര്യങ്ങളും? എല്ലാവരോടും, കളികളിലായാലും അവൻ്റെ പഠന പ്രവർത്തനങ്ങളിലായാലും എല്ലാത്തിനും ടീച്ചറെ ഞാനുണ്ടെന്നും പറഞ്ഞ് എപ്പോഴും ഓടി വരും. എല്ലാ കാര്യത്തിനും അവനെ എൻ്റെ ഓഫീസ് റൂമിനോട് ചേർന്നുള്ള ക്ലാസ് ആയിരുന്നത്. അവിടെ ഇരുന്നിട്ട് മിഥുനേന്ന് വിളിക്കുമ്പോൾ ഓടി, അന്നേരം തന്നെ ഒരു വിളിപ്പുറത്താൻ ഓടി വരും. ഇങ്ങനെ ഇത്ര പെട്ടെന്ന് 1 മാസം കൊണ്ട് ഇങ്ങനെ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ടീച്ചറെ മാത്രം അവിടെ ഉണ്ടായതാണ് അല്ല, ഞാനിപ്പോൾ ഞാൻ സമുദായത്തിൻ്റെ ആളാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഒരു ടീച്ചറെ മാത്രം പുറത്താക്കിക്കൊണ്ട് സർക്കാരിൻ്റെ ഈ കണ്ണിൽ പൊടിയിടുന്ന ആ ഒരു സ്വഭാവം അത്ര ശരിയല്ല. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തണം. ഞാൻ അറിഞ്ഞിടത്തോളം കാലം ഈ കുഞ്ഞ് ഈ സമൂഹത്തിൽ നല്ല ഒരു പ്രാദേശികത്തിൽ എല്ലാ കാര്യത്തിനും കൊച്ചു ഓടിയെത്തുകയും ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ. അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ ചെരുപ്പ് അതിൻ്റെ മണ്ടയ്ക്ക് വീഴുന്നെങ്കിൽ പോലും അത് എടുക്കാനൊരു മനസ്സ് ആ കുഞ്ഞിനുണ്ടായി. പക്ഷെ നമ്മൾ ഈ പറയുമ്പോൾ ഈ മന്ത്രിമാർ പറഞ്ഞ എന്തുവാ, അനാവശ്യത്തിൽ മാറ്റി എന്തിനാണ് മണ്ടയെ കയറിയത്? അത് ഒരിക്കലും പറയാൻ പാടില്ല. നല്ല മനസ്സാണല്ലോ അത്, മറ്റുള്ളവരെ സഹായിക്കും, നല്ല മനസ്സാണ്. ഇതേപോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ നീതിയും ഈ കുടുംബത്തിന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല പ്രതീക്ഷിക്കാതിനോ ജാഥ വിളിക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. ഈ കുടുംബത്തിന് നീതി കിട്ടണം, അതേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം. കൂടെ ഉണ്ടായിരുന്നു അല്ലേ മോനെ? ഉണ്ടായിരുന്നു. എത്ര മുതൽ എത്ര വരെ ഉണ്ടായത് മോൻ്റെ കൂടെ? 7 വർഷം. 1ാം ക്ലാസ് മുതലുണ്ടായിരുന്നു. എങ്ങനെയാ മിഥുന മോനൊന്ന് ഓർക്കുക? ഇത് കാണുന്നവർക്ക് അറിയില്ലല്ലോ മിഥുൻ എന്തായിരുന്നു എന്ന്. മിടുക്കനായിരുന്നു അല്ലേ? മിടുക്കനായിരുന്നു. എന്നോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ടാ മോൻ്റെ? മോൻ്റെ പേരെന്താ? എൻ്റെ പേര് അഭിനവ്. അഭിനവ്. എല്ലാ കാര്യത്തിനും കൂടുമല്ലേ ഉഷാറായിട്ട്? വളരെ സഹായിക്കുമോ? എല്ലാവരും സഹായിക്കും. ഓൻ്റെയും ക്ലാസ്സിൽ ആയിരുന്നോ? 1ാം ക്ലാസ് മുതൽ ഒന്നിച്ചായിരുന്നു? 1ാം ക്ലാസ് 7 വരെ ഒരുമിച്ചായിരുന്നു. എന്ത് കാര്യത്തിനും അച്ഛൻ ടീച്ചർ വിളിച്ചാൽ ഓടി എത്തുന്ന അവനാ. ഞങ്ങളെ കൂട്ട് അല്ല, ഞങ്ങളൊക്കെ പതുങ്ങിയിരിക്കുന്നവരെ അവൻ നല്ലപോലെ ടീച്ചറിൻ്റെ അടുത്ത് പെരുമാറുകയൊക്കെ ചെയ്യും. എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാവും. പട്ടാളക്കാരനെന്നൊക്കെ ആയിരുന്നു അവൻ്റെ ആഗ്രഹം. അത് നിങ്ങളോട് പറയുമായിരുന്നോ? അവൻ ഞങ്ങളോട് പറയുകയായിരുന്നു. വളരെ ഒരു നല്ല മനസ്സായിരുന്നു അവൻ്റെ. എല്ലാവരെയും സഹായിക്കാനും ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്ന ഇപ്പം ടീച്ചേഴ്സ് പറഞ്ഞു. നിങ്ങളെ കുടുംബം മാറിയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞേ ഉള്ളൂ അല്ലേ? 1 മാസം കഴിഞ്ഞത്. 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അതെ. അതുവരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വരാനിരുന്നതാ. അവൻ അറിഞ്ഞില്ല ഞങ്ങളൊക്കെ വേറെ വഴിക്കാന്ന്. അങ്ങനെ അവൻ തേവലക്കരയിൽ. ഇപ്പം സ്കൂളിൽ നിന്ന് വിട്ടുപോയവനെ അല്ല അവിടെ തന്നെയാണോ? ആ സ്കൂളിൽ തന്നെ ഹൈസ്കൂളിലേക്ക് മാറുകയാണോ ചെയ്തത്? ഞങ്ങൾ പല വഴിക്കും. അപ്പം CVKM ഫർണിക്കാവിലൊക്കെ. അവിടെ UP സ്കൂൾ മാത്രമേ ഉള്ളൂ? ആ സ്കൂള് അവിടെ HS ഉണ്ട്. HS ഉണ്ട്. എന്നിട്ട് കുറേ ആൾ മാറി. മോൻ്റെ അടുത്ത കൂട്ടുകാരനാണോ? മോൻ്റെ പേരെന്താ? വൈഭവ്. എത്രാം ക്ലാസ് മുതൽ മിഥുൻ ഒന്നിച്ചുണ്ടായിരുന്നു? 4ാം ക്ലാസ് മുതൽ. 4ാം ക്ലാസ് മുതൽ. എങ്ങനെയാ മിഥുനെ മോനൊന്ന് ഓർക്കുന്നത്? മിടുക്കനായിരുന്നു അല്ലേ? എല്ലാത്തിനും മിടുക്കനായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുമായിരുന്നു. പിന്നെ എല്ലാവരുമായിട്ട് നല്ല സഹകരണമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ ഇതിൽ പറയാ സ്മൃതി? അത്രത്തോളം കണ്ണുകൾ നിറയുകയാണ് ഇപ്പോൾ. ഹെഡ് മിസ്ട്രസ് ആയാലും അധ്യാപകനായാലും മോളായാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് പ്രസാദ്,
ഏത് സഹായത്തിനും ഓടിയെത്തുന്ന ആളായിരുന്നു മിഥുൻ അലീന. അങ്ങനെ സഹായിക്കാൻ ഓടിയെത്തിയ മോനെ യാത്രയാണല്ലോ ഓർക്കുന്നത് അവസാനം അന്ത്യയാത്രയിലേക്ക് എത്തിച്ചതും.